ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായ പേർഷ്യയിൽ നിന്നുമാണ് ഈ കഥ തുടങ്ങുന്നത്. ക്രിസ്തുവിനും 550 വർഷങ്ങൾക്ക് മുൻപ് സൈറസ് ദി ഗ്രേറ്റ് സ്ഥാപിച്ച അക്കീമെനേഡ് സാമ്രാജ്യം മുതൽ പേർഷ്യ ലോകത്തിലെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ഇന്നത്തെ ഇറാൻ എന്നത് വെറുമൊരു രാജ്യമല്ല, മറിച്ച് ലോകത്തിന് നിയമ സംഹിതകളും അത്ഭുതകരമായ വാസ്തുവിദ്യയും സമ്മാനിച്ച ഒരു നാഗരികതയാണ്. ഗ്രീക്കുകാരും റോമക്കാരും പേർഷ്യൻ കരുത്തിനു മുന്നിൽ പലപ്പോഴും മുട്ടുമടക്കിയിട്ടുണ്ട്. പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം പേർഷ്യയിലേക്ക് എത്തിയതോടെ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ വിശ്വാസങ്ങളും പുതിയൊരു തലത്തിലേക്ക് മാറി. എങ്കിലും അറബ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം പേർഷ്യൻ ഭാഷയും തനിമയും കാത്തുസൂക്ഷിക്കാൻ ഇറാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ലോകം ആധുനികവൽക്കരിക്കപ്പെട്ടപ്പോൾ ഇറാൻ എന്ന പേർഷ്യ വലിയൊരു ഗ്രേറ്റ് ഗെയിമിന് സാക്ഷിയായി. ഒരു വശത്ത് റഷ്യൻ സാമ്രാജ്യവും മറുവശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യവും. ഈ രണ്ട് വൻശക്തികളും ഇറാനെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. 1908 ഇറാനിൽ എണ്ണ കണ്ടെത്തിയതോടെ കഥ പൂർണ്ണമായും മാറുകയായിരുന്നു. ബ്രിട്ടീഷുകാർ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി സ്ഥാപിച്ച് ഇറാന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ തുടങ്ങി. ഇറാന്റെ മണ്ണിലെ എണ്ണ ഉപയോഗിച്ച് ബ്രിട്ടൻ വളർന്നപ്പോൾ ഇറാനിലെ സാധാരണ ജനങ്ങൾ ദാരിദ്ര്യത്തിലായി. വിദേശ ഇടപെടലുകളോടുള്ള ഇറാന്റെ വെറുപ്പ് ഇവിടെ നിന്നുമാണ് മുളപൊട്ടുന്നത്. 1921 ഒരു സൈനിക ഉദ്യോഗസ്ഥനായ റസ ഷാ പഹ്ലവി ഒരു അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. ഇറാനെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കുള്ള അദ്ദേഹത്തിന്റെ അനുകൂല നിലപാട് ബ്രിട്ടനെ ആശങ്കപ്പെടുത്തി. അങ്ങനെ 1941 ഇരു രാജ്യങ്ങളും ഇറാനെ ആക്രമിക്കുകയും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റസ ഷാ പഹ്ലവി അധികാരത്തിലെത്തി. എന്നാൽ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി ഇറാന്റെ എണ്ണ സമ്പത്ത് നിയന്ത്രിച്ചിരുന്നുവെന്നും ലാഭത്തിന്റെ ഭൂരിഭാഗവും ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോവുകയുമായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നു. 1951 മുഹമ്മദ് മൊസാദെക് എന്ന ജനകീയ നേതാവ് അധികാരത്തിൽ വന്നു. അദ്ദേഹം ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു. ഇറാന്റെ എണ്ണ ഇറാനികൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഇറാനിലെ എണ്ണ കമ്പനികളെ ദേശസാൽക്കരിച്ചു. മൊസാദെക് അന്താരാഷ്ട്ര വേദികളിൽ പോരാടി. ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും അദ്ദേഹം തന്റെ കേസ് മുന്നോട്ട് വെച്ചു. പല രാജ്യങ്ങൾക്കും അദ്ദേഹം കൊളോണിയൽ ശക്തികൾക്കെതിരെ പോരാടുന്ന 3-ാം ലോകത്തിന്റെ പ്രതീകമായി തോന്നി. 1951 ടൈം മാഗസിൻ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തു. എന്നാൽ ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. മൊസാദെഗിന്റെ ദേശീയവാദം സോവിയറ്റ് സ്വാധീനത്തിന് വഴിതെളിച്ചേക്കാം. ഇറാൻ കമ്മ്യൂണിസത്തിലേക്ക് വഴുതിയാൽ മുഴുവൻ പേർഷ്യൻ ഗൾഫും അപകടത്തിലാകും എന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ഇത് സഹിക്കാൻ വയ്യാതെ ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് 1953 ഓപ്പറേഷൻ അജാക്സ് എന്ന പേരിൽ ഒരു അട്ടിമറി നടത്തി. രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കുക, പത്രങ്ങളിൽ പ്രചാരണ യുദ്ധം നടത്തുക, തെരുവുകളിലേക്ക് കലാപം സൃഷ്ടിക്കുക എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ ഭാഗങ്ങൾ. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മൊസാദെഗിനെ അവർ തടവിലാക്കി. പകരം തങ്ങളുടെ പാവയായ മുഹമ്മദ് റസ ഷാ പഹ്ലവിയെ ഭരണത്തിലേറ്റുകയും ചെയ്തു. ഇതോടെ ഇറാന്റെ ജനാധിപത്യം തകർക്കപ്പെട്ടു. ഷായുടെ കീഴിൽ ഇറാൻ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. പിന്നീട് ഷാ വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ വലിയ സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ഭൂമി സംശോധനം നടപ്പിലാക്കി, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി, വിദ്യാഭ്യാസം വ്യാപിപ്പിച്ചു, വ്യവസായവൽക്കരണം വേഗത്തിലാക്കി. അങ്ങനെ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി. എന്നാൽ ഈ വികാസത്തിനൊപ്പം തന്നെ ശക്തമായ ഏകാധിപത്യവും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഷായുടെ രഹസ്യ പോലീസ് സവാക് എതിരാളികളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അവർ ജനങ്ങളെ അടിച്ചമർത്തുകയാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഷായുടെ ആഡംബരത്തിനും അമേരിക്കൻ വിധേയത്വത്തിനുമെതിരെ അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. 1979 ഷാ രാജ്യം വിട്ടു. 1978-79 കാലത്ത് ഇറാനിൽ വൻ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. ബ്ലാക്ക് ഫ്രൈഡേ എന്നറിയപ്പെടുന്ന ഒരു ദിവസം സുരക്ഷാ സേന നിരവധി പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്നു. ജനകീയ കോപം അതിനുശേഷം നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. 1979 ജനുവരി 16 ഷാ രാജ്യം വിടുകയാണ് ചെയ്തത്. കുറച്ചാഴ്ചകൾക്ക് ശേഷം ഖൊമേനി ടെഹ്റാനിലേക്ക് തിരിച്ചെത്തി. ഫെബ്രുവരി 11 ഷായുടെ ഭരണകൂടം തകർന്നു. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി അങ്ങനെ മാറി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഈ ഒരു മാറ്റം. അങ്ങനെ അമേരിക്കയിൽ ചികിത്സയിലായിരുന്ന ഷായെ തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇറാനിലെ യുവാക്കൾ ടെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തു. 444 ദിവസം നീണ്ട ആ പ്രതിസന്ധി അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. അമേരിക്കയുമായുള്ള എല്ലാ ബന്ധങ്ങളും അങ്ങനെ ഇറാൻ വിച്ഛേദിച്ചു. അതിന് പ്രതികാരമായി അമേരിക്ക ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാഖ് ഇറാനെ ആക്രമിച്ചു. 8 വർഷത്തോളം നീണ്ട ആ യുദ്ധം ഇറാനെ തളർത്തുമെന്ന് ലോകം കരുതി. പക്ഷേ ഇറാൻ അവിടെ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഇന്ന് നാം കാണുന്ന ഇറാൻ ദശകങ്ങളായുള്ള ഉപരോധങ്ങളെ അതിജീവിച്ച രാജ്യമാണ്.
സ്വന്തമായി മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോണുകളും വികസിപ്പിച്ചുകൊണ്ട് അവർ പശ്ചിമേഷ്യയിലെ കരുത്തന്മാരായി മാറി. 1990കളിലും 2000കളിലും ഇറാൻ തന്റെ ആണവ പദ്ധതി വികസിപ്പിച്ചു. ഇത് സമാധാനപരമാണെന്ന് ഇറാൻ പറഞ്ഞുവെങ്കിലും അമേരിക്കയും ഇസ്രായേലും ഇത് ആണവായുധ പദ്ധതിയാണ് എന്നാണ് ആരോപിച്ചത്. അങ്ങനെ 2015 ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാർ ഉണ്ടാക്കി. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും വളരെ മനോഹരമായി പിന്മാറി. ഉപരോധങ്ങൾ വീണ്ടും ശക്തമാക്കുകയും ചെയ്തു. ഇന്നും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരം അവസാനിച്ചിട്ടില്ല. പ്രോക്സി സംഘർഷങ്ങളും ഉപരോധങ്ങളും സൈനിക ഭീഷണികളും തുടരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് നാം ഈ കാണുന്ന യുദ്ധവും ഒക്കെ. അങ്ങനെ ഹോർമോസ് കടലെടുക്ക എന്ന തന്ത്രപ്രധാനമായ പാതയിലൂടെ ഊർജ്ജത്തിന്റെ പ്രവാഹത്തെ നിയന്ത്രിക്കാനുള്ള കരുത്ത് ഇറാൻ സ്വന്തമാക്കി. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് പോലും ഇന്ന് ഇറാന്റെ തീരങ്ങളിൽ പതറുകയാണ്. സഖ്യകക്ഷികൾ പോലും അമേരിക്കയെ കൈവിടുമ്പോൾ ചൈനയും റഷ്യയും ഇറാനൊപ്പം ചേരുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ യുദ്ധമല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നാഗരികത തങ്ങളുടെ സ്വത്വത്തിനും അധികാരത്തിനും വേണ്ടി ലോകശക്തികളോട് നടത്തുന്ന പോരാട്ടമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിൽ നിന്ന് തുടങ്ങി അധിനിവേശങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഇറാന്റെ കഥ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഹോർമൂസിലെ ഓരോ തിരമാലയും പറയുന്നത് ഈ അതിജീവനത്തിന്റെ കഥ തന്നെയാണ്. സാമ്രാജ്യത്വ മോഹങ്ങൾ പരാജയപ്പെടുകയും ദേശീയ അഭിമാനം വിജയിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ്.